മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണ്ണിയും വാമദേവനും കൂടി ജോലിക്ക് പോയ സ്ഥലത്ത് ഒരാൾ വന്നിട്ട് പറയാണ് കേട്ടോ. അവിടെ ഒരാൾ മാനേജറായി ജോലി എടുക്കുന്നുണ്ടാകും. അയാൾ വന്നിട്ട് പറയാണ് വാമദേവനോട്, ഞാനാണ് ഇവിടുത്തെ പുതിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയം വാമദേവനും ഉണ്ണിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം അയാളെ അവിടെ നിയമിച്ചു കഴിഞ്ഞു. അങ്ങനെ ഉണ്ണി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അതേപോലെ തന്നെ വാമദേവനും അന്ന് അവരവിടെ ജോലിക്ക് എടുക്കില്ല. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതുവരെ കണ്ണം പറയുമെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. അവർ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താറ്. ഉണ്ണി അങ്ങനെ വന്ന് പ്രതാപനെ വിളിച്ചിട്ട് പറയണം കേട്ടോ, ഇങ്ങനെയാണ് സംഗതി എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് കേട്ടോ. തൻ്റെ മരുമകൻ വെറും കൂലിക്കാരനാണ്. സാധാരണ ഒരു ജോലിക്കാരനെ പോലെ അവിടെ ജോലി എടുക്കണം. ആ അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിത് എങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഒരേ കരയലാണ് കേട്ടോ. അതേപോലെ തന്നെ മോഹിനിയോട് പറയുന്നുണ്ട്, നിൻ്റെ മോള് എൻ്റെ മോളെ അവിടുത്തെ വേലക്കാരിയാക്കി എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ആ നന്നായി ആക്കിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവൻ അങ്ങനെ ആക്കിയത് എന്നിങ്ങനെ മോഹിനി പറയുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾ എന്നോട് തട്ടിക്കയറണ്ട, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവരെ അങ്ങനെ ആക്കിയത്, അത് സഹിച്ചോട്ടെ എന്ന് പറയണം മോഹിനി. അത് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് ഒരുപാട് ദേഷ്യം വരികയാണ് കേട്ടോ. പ്രതാപം പറയുന്നുണ്ട്, നിൻ്റെ മോളെ ഒരുപാട് നിങ്ങളേക്കണ്ടടി, നിൻ്റെ മോളെ ഞാൻ കൊല്ലും, അത് ഉറപ്പായ കാര്യമാണ്. എൻ്റെ ലോറി അവളുടെ ദേഹത്ത് കയറി ഇറങ്ങും എന്നിങ്ങനെ മോഹിനിയോട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പറ്റണ പോലെ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുകയെന്ന് മോഹിനി തറപ്പിച്ച് പറയുകയാണ്. അതേസമയം ഉണ്ണി കമലേശ്വരത്തേക്ക് വരികയാണ് കേട്ടോ. കമലേശ്വരത്തേക്ക് വന്ന് കരുണയോട് ഇങ്ങനെ പറയണം, കരുണയോടും ദുർഗയോടും ഇങ്ങനെ പറയണം കേട്ടോ. ദുർഗയ്ക്ക് അങ്ങനെ സമനില തെറ്റിയാണ്. ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റാതിരിക്കുകയാണ് ദുർഗയും കരുണയും കേട്ടോ. അതേസമയം മഹാലക്ഷ്മിയും കണ്ണനും കൂടിയിട്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഉണ്ണി വന്ന് കണ്ണനോട് ചോദിക്കും, എന്താ കണ്ണേട്ടാ, ഞങ്ങൾ വെറും കൂലിക്കാരാണോ എന്നിങ്ങനെ ചോദിക്കും. അത് കേൾക്കാത്ത താമസം കരുണ ഓടി വരികയാണ് കേട്ടോ. ഓടി വന്നിട്ട് പറയുക, നിങ്ങളുടെ മനസ്സിലിരിപ്പോൾ എന്താണ്? എൻ്റെ ഭർത്താവിനെ ഒരു പണിക്കാരനാക്കിയിട്ട് വയ്ക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെ പണിക്കാരനായി നിൽക്കുന്നതിനേക്കാളും ഇത്രയും തരം താഴ്ന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എന്തിനാ ഉണ്ണിയായിട്ട് അങ്ങനെ നിൽക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയണ്ടേ, അത്രയ്ക്ക് നിനക്ക് നിൻ്റെ ഭർത്താവ് തരം താണു പോയെങ്കിലേ അവനോട് അവിടുത്തെ ജോലി രാജിവെച്ചിട്ട് പോകാൻ പറയടേ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ആകെ ഉണ്ണി പകച്ചു പോവുകയാണ്. ഇങ്ങനെ ഒരു പ്രതീക്ഷ അല്ല, ഇങ്ങനെ ഒരു നീക്കം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ പറയുമെങ്കിലും ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല. അത് കേൾക്കുമ്പോൾ ദുർഗയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. ദുർഗ ഓടിപ്പോയിട്ട് മഹാലക്ഷ്മിയോട് ഇങ്ങനെ തട്ടിക്കയറണം, നീ ഇത്രയ്ക്ക് ചെയ്തോടി, എൻ്റെ മോനെ വെറും കൂലിക്കാരനാക്കിയില്ല, നീ ഒരിക്കലും ഗതി പിടിക്കില്ല, നീ നശിച്ചേ പോവുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. ഇതെല്ലാം പക്ഷേ മഞ്ജുവിനോട് പറയുന്നുണ്ട്. ഇനി മഞ്ജുവിനോട് വാമദേവൻ വന്ന് പറയുന്നുണ്ട്, നിന്നെ കെട്ടിയെടുത്ത് വന്നതുകൊണ്ട് എൻ്റെ ജോലിയും കൂടി പോയി എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എന്നെ കെട്ടിയെടുത്ത് വന്നത് കൊണ്ടല്ല, നിങ്ങളുടെ മോൻ്റെ കയ്യിലിരിപ്പും നിങ്ങളുടെ കയ്യിലിരിപ്പും കൊണ്ടാണ്. നിങ്ങൾ ഇനിയെങ്കിലും കണ്ണേട്ടനെയും ഏടത്തിയമ്മയും കൊല്ലാൻ നിൽക്കലും അവരുടെ ശത്രുത ഭാവം ഒഴിവാക്കുകയും ചെയ്തെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ലാതെ എന്നെ കെട്ടിക്കൊണ്ട് വന്നത് കൊണ്ടല്ല എന്ന് പറഞ്ഞ് വാമദേവനോടും സീമന്തനോടും മഞ്ജു കയർത്ത് സംസാരിക്കുകയാണ്.